നമുക്ക് ഈ ഹോട്ടൽ ബിസിനസ് തന്നെ വേണോ? കുറച്ചും കൂടി എളുപ്പമുള്ള എന്തെങ്കിലും നോക്കുന്നില്ലേ നല്ലേ? അവിടെ എനിക്ക് ഇതിൻ്റെ പരിപാടി തിരിയാനാണ്. ചായ ഇതേ ഇത് പിടിച്ചാ, ഇത് കണ്ടാ നീ ഇത്ര വലിയ ഗ്ലാസ്സിൽ ചായ കൊടുക്കേണ്ട ആവശ്യമൊന്നും നമുക്കില്ല. നമ്മളെ ഹോട്ടലിൽ ഇതേ ചായനെ നമ്മൾ 2 കപ്പിൽ വെച്ചിട്ട് ഒരു സോസറിൽ വെച്ചങ്ങ് കൊടുക്കും. അല്ല, ഇവർ നമ്മളിപ്പോൾ MBA കഴിഞ്ഞിട്ട് ഈ പിടി തുടങ്ങിയേ. ഇതെല്ലാം ഭയങ്കര നഷ്ടമാട്ടോ നിങ്ങൾക്ക്. ഞാൻ ഇത് തുടങ്ങിയ കാലം മുതൽ ഇങ്ങനെയാണ് കൊടുക്കല്. അതിന് പകുതിയാക്കാൻ നിൽക്കണ്ട കേട്ടാ, തേച്ചും കുടിച്ചോ, നല്ല ചായ. കേട്ടോ ഇതാ എത്രയും പൈസ എത്രയാണോ? നിങ്ങൾ 2 ചായയല്ലേ? 20 റുപ്യ. 20 റുപ്യ ഉള്ളൂ. ഒരു ചായക്ക് തന്നെ 20 റുപ്യ വാങ്ങാം കേട്ടാ. മൊത്തം നഷ്ടക്കച്ചവടമാണ് ഇവർ. പൈസ ഉണ്ട്, പൈസ തന്നാ കേട്ടാ. ഗൂഗിൾ പേ ചെറിയ കംപ്ലൈൻറ്റ്. ക്യാഷ് ഇപ്പോൾ ഇതിൽ 100 റുപ്യ കാണുണ്ടാ? 100 റുപ്യ. ഇതാ 100, 200, 400, 480 ഇതാട്ടാ. ഇതൊന്നും ഇത്ര പാട് പൈസ? അല്ല, ഞാൻ 100 റുപ്യല്ല തന്നേ. അല്ല, നിങ്ങൾ 500 തന്നെ. 20 കഴിച്ച് ബാക്കി 480. ഓ ഏട്ടാ, 100 എൻ്റെ കീശ തന്നെ ഉണ്ടായിരുന്നു. അല്ല ഏട്ടാ, നിങ്ങൾക്ക് പറയണമെന്നാ പോരേനാ. ശരിക്കും പൈസ ലാഭമല്ലേ നിങ്ങൾക്ക്? എന്ത് ലാഭം മോനെ? ഈ കച്ചവടം എന്ന് പറഞ്ഞത് വെറും പൈസ ഉണ്ടാക്കൽ മാത്രമല്ലല്ലോ. അതിലൊരു സത്യവും സന്തോഷവും നമ്മുടെ അടുത്ത് വരുന്നവരോടൊരു സഹജീവ സ്നേഹമെല്ലാം വേണ്ടേ? അതിൻ്റെ പേരല്ലേ കച്ചവടം.